ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കെൻഡോൺ ഫെയറിന് ചൈന മാർക്കറ്റിലെ ഓരോരോ പ്രൊഡക്റ്റുകൾ കണ്ടോ. ഇതിപ്പോ നമ്മൾ ഗൾഫിലോ ദുബായിലോ ഖത്തറിലൊക്കെ പോയ പോലെ തന്നെ എവിടെയുള്ളത്. അങ്ങനെ ഈ ചൈനയിൽ വന്നിട്ട് മലയാളികളെ കണ്ട് തോറ്റു ഞാൻ. ദൈവമേ, ഞാൻ ഈ മണ്ണനെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു പോയി. എന്റെ കൂടെ 25 പേരുണ്ട്. ആ 25 പേരെ കാണാനില്ല. ലോകത്തിൽ എവിടെ പോയാലും മലയാളികളില്ലാത്തൊരു സ്ഥലമോ. ചൈനയിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് എന്ത് കഴിക്കുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് JP സാറിനെ കണ്ടോണ്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങുന്നത്. അയ്യോ, ചൈനയിലേക്കാണോ പോണേ? എന്നാ ഫുഡിന് നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടും എന്ന് ഞങ്ങൾ യാത്രക്ക് മുമ്പ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല. അടിപൊളി ഫുഡായിരുന്നു ഓരോ നേരവും നമ്മൾ കഴിച്ചത്. ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോളിഡേ ഇൻ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഇത്രയും അടിപൊളി ഐറ്റംസ് ഉണ്ട്. എല്ലാം നമുക്ക് ഫേവറേറ്റ് ആവുന്ന സാധനങ്ങളാണ്. അതുകൂടാതെ നമ്മുടെ ട്രാവൽ ടീം ലഞ്ചും ഡിന്നറും ഒക്കെ സൂപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അല്ലാതെ ചൈനയിലെ ലോക്കൽ ഫുഡ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. പാറ്റി പല്ലി പഴുതാരി മാത്രമൊന്നും അല്ല, നല്ല ഗംഭീരമായിട്ടുള്ള മട്ടൻ കബാബ്, പിന്നെ ബർഗറുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ബാക്കി ആരും തൊടാത്ത മേഖലയിലേക്കാണോ നീ കൈ കടത്തുന്നത്? ചോപ്സ്റ്റിക് ഒക്കെ വെച്ചിട്ട് കഴിക്കാൻ പോണോ? അത് നിങ്ങൾ മിക്കവാറും ആ പ്ലേറ്റ് അടക്കം ചെല്ലി മേത്തിടും. മതി, ഞാൻ തീർന്നു. ഞാൻ നിങ്ങളതൊന്ന് എടുത്ത് കഴിക്കുന്നത് കാണാൻ വേണ്ടിട്ട് പിടിച്ചിരുന്നതാ. ഒരു ചൈനീസ് മോമോ കഴിച്ചുകൊണ്ടാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ ചോപ്സ്റ്റിക് കൊണ്ട് കഴിക്കാൻ അറിയാത്തോണ്ട് ഞാൻ ഇങ്ങനെ ഇത് കുത്തിയെടുക്കുന്നു. നാളെ കാലത്ത് പോകാം. ഇന്ന് വൈകിട്ട് ഉത്തരവാദിത്തമുള്ള ആൾക്കാരതൊക്കെ. അതായത് ഇവിടെ ചൈനയിൽ വന്നിട്ട് ഈ ഹോട്ടലിലെ ജിമ്മിൽ നാളെ മുതൽ പോകാന്ന് പ്ലാൻ ചെയ്യുന്നത്. ഇതെല്ലാം കേൾക്കും നിങ്ങൾക്ക് എന്താ തോന്നണേ? ഖത്തറിൽ ആയിരക്കണക്കിന് ജിമ്മുണ്ടായിട്ട് അവിടെ പോകാത്തവരാണ് ഇവിടെ ചൈനയിൽ വന്നിട്ട് ജിമ്മിന് പോകുന്നത് പ്ലാൻ ചെയ്യുന്നത്. ചേച്ചിയുടെ ഉറക്കം കഴിഞ്ഞില്ല എന്നല്ല, ആ കുത്തിയിട്ടൊന്നും വരുന്നില്ല. ഒരു കാര്യം ഉറപ്പാ, ചൈനയിൽ ഈ കെൻഡോൺ ഫെയർ കാണാൻ ഇങ്ങനെ ആരും വന്നിട്ടുണ്ടാവില്ല. ഇതണ്ട, വാഴയിലയില് ഉണ്ണിയപ്പം ചുട്ട് പൊതിഞ്ഞെടുത്ത് എന്റെ ബാഗിന്റെ ഉള്ളിൽ വെച്ചേക്കാണ് അക്ഷയ. നമ്മുടെ ബസ് വന്നു, നമ്മൾ കെൻഡോൺ ഫെയറിലേക്ക് പോവാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കെൻഡോൺ ഫെയറിന് ഉണ്ണിയപ്പം ചുട്ടിട്ട് ഒരാൾ വിടുന്നുണ്ടാവുക. അപ്പൊ അല്ല ചെയ്തേക്കണം, എല്ലാം ചെയ്തോ. അങ്ങോട്ട് വിട്ടോ, എടുത്തോ, കയ്യിലെടുത്തോ. ഇതാണ് ചൈനീസ് കറൻസി യുവാൻ. ഒരു യുവാന് ഏതാണ്ട് 12-13 രൂപ വരും കേട്ടോ. ചൈനയിൽ വന്നിട്ട് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ATM തന്നെ വിഡ്രോ ചെയ്യാം. ഞങ്ങള് കെൻഡോൺ ഫെയറിന്റെ ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞു. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഉള്ളിൽ കയറി. ലോകത്തിൽ എവിടെ പോയാലും മലയാളികളില്ലാത്തൊരു സ്ഥലമോ? അത് ചിന്തിക്കാൻ പറ്റില്ല. ഇവിടുന്ന് 2 UK മലയാളികളെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി. ഒരാൾ UK റെസ്റ്റോറന്റ് തുടങ്ങാൻ പോകുന്നു, ഒരാൾ അവിടെ ഒരു ഹാർഡ്വെയർ സ്റ്റോറിൽ വർക്ക് ചെയ്യുന്നു. രണ്ടുപേരെയും ഇവിടുന്ന് പരിചയപ്പെട്ടു, ചൈനയിൽ പരിചയപ്പെട്ടു. എന്റെ മോനെ, ഇവിടെ കടല് പോലെ കിടക്കാണ്. നാനാഭാഗത്തേക്കും ഒരുപാട് പ്രൊഡക്റ്റുകളുടെ ഡിസ്പ്ലേ. അതായത് ഈ വരുന്ന വർഷങ്ങളിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉപയോഗപ്പെടുത്താൻ പോകുന്ന ലേറ്റസ്റ്റ് ടെക്നോളജീസിന്റെ ഒരു എക്സിബിഷനാണ്, ഗ്രാൻഡ് എക്സിബിഷനാണ് ഇവിടെ ഈ കെൻഡോൺ ഫെയർ ആയിട്ട് നടക്കുന്നത്. സോ അതിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. JP ജോയിന്റ് പവർ KBF കെൻഡോൺ ഫെയർ വിസിറ്റ് 2025. അപ്പോൾ അതിലിങ്ങനെ നടന്നാലും തീരാത്തത്ര സ്ഥലങ്ങളുണ്ട്, അത്രയും ഏരിയ ഉണ്ട്. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ഇന്ന സ്ഥലമൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകണമെന്ന് ആലോചിക്കുന്നു. പക്ഷെ കൃത്യമായി പ്ലാനോടെ വന്നിട്ടുള്ള ആളുകൾ അവരവരുടെ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏരിയ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഞാൻ എല്ലാ ഏരിയയിലും വിസിറ്റ് ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവുമോ ഭാവിയിൽ എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് നടക്കുന്നത്. സംഭവം എന്തായാലും വൺസ് ഒരു ബിസിനസ് പ്ലാൻ ഉള്ള ഒരാൾക്ക് ഉറപ്പായിട്ടും വന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിലൊന്നാണ് ഇത് കേട്ടോ. ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ വലിയ മോട്ടോറുകളും എഞ്ചിനുകളും ജനറേറ്ററുകളൊക്കെ ആയിട്ട് പവർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേര് വരുന്നു. അവർക്കൊക്കെ ഇതേ പോകുന്നിടത്തുനിന്നൊക്കെ ഇതുപോലെ പ്രോസ്പെക്ട്സും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കും. അവിടുന്ന് തന്നെ ഡിസ്കഷൻസ് നടത്താം, നമുക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ ഈ ഒരു എക്സിബിഷനിൽ. നമ്മുടെ നാട്ടിൽ ഒരു വലിയ പബ്ലിക് ഇവന്റ് നടക്കുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് പ്രവേശനം ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? കടപ്പുറളകൂലേ, കുത്തിപ്പിടിച്ച് വാങ്ങൂലേ അല്ലേ? പക്ഷെ ചൈന ഈസ് ഡിഫറെന്റ്. ചൈനയിൽ ഈ ഒരു കെൻഡോൺ ഫെയർ നടക്കുന്ന സമയത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരുമ്പോൾ അവർക്കൊക്കെ ഫ്രീ എൻട്രിയും. ചൈനയിലുള്ള ആളുകൾക്ക് ഈ കെൻഡോൺ ഫെയറിന് വരണമെന്നുണ്ടെങ്കിൽ ലിമിറ്റഡ് ആക്സസ് മാത്രമേ ഉള്ളൂ. അവർക്ക് വലിയ കാശ് കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തിട്ടൊക്കെ ഈ കെൻഡോൺ ഫെയറിന് വരാൻ പറ്റുള്ളൂ. അത്രയധികം ചൈന വേൾഡിനെ ചൈനയിലേക്ക് വെൽക്കം ചെയ്യുന്ന ഒരു ഇവന്റ് ആണ് കെൻഡോൺ ഫെയർ. സോ ഐ ഗോട്ട് എ ഫ്രണ്ട് ഹൂസ് ഫ്രം അർജന്റീന. And he is taller than me. El mejor fútbol del mundo, Messi. Kerala is having huge number of Argentinian fans and Messi fans. Can we have regards to Messi?
Aguante Messi. Aguante Argentina. താങ്ക് യു സോ മച്ച്. നൈസ് മീറ്റിംഗ് യു. ലോകത്തിൽ നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നോ അതിനൊക്കെ വേണ്ട മെഷീനറീസ് ഇത് ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ പല രാജ്യത്തുള്ള ആളുകളൊക്കെ വരുന്നു, അവരൊക്കെ ഇതൊക്കെ കാണുന്നു, അവരൊക്കെ പർച്ചേസ് ചെയ്യുന്നു. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ചൈന ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടിയും കൊണ്ട് കേട്ടോ. സോ കെൻഡോൺ ഫെയർ ബിസിനസ് പ്ലാനുള്ള ആളുകൾ വൺസ് ഇൻ എ ലൈഫ് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജീസിലുള്ള മെഷീനറീസും ഐഡിയാസും ആണ് നമുക്ക് ഈ കാൻഡോൺ ഫെയറിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക. ഇതൊക്കെ റോബോട്ടിക്സിന്റെ ഏരിയ ആണ്. ഇതിലൊക്കെ ഒരുപാട് പർപ്പസുകളുണ്ട്. അതായത് വളരെ ദുർഘടമായ സ്ഥലങ്ങളിൽ ഇൻസ്പെക്ഷൻ നടത്താനും അല്ലെങ്കിൽ പിന്നെ റൂട്ട് മാപ്പിങ്ങിനും അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താവുന്ന ഒരു സാധനമാണ്. കണ്ട ഒരു പട്ടിക്കുട്ടിയെ പോലെ തോന്നുമെങ്കിലും സംഗതി വേറെ ലെവലാണ്. ഓട്ടോമാറ്റിക് കോഫി മേക്കിംഗ് സെറ്റപ്പാണ്. റോബോട്ടിക് ഹാൻഡ് സംഭവം ഏതല്ല ഇവരൊക്കെ മിൽക്കാണ് മിക്സ് ചെയ്തത്. ഇതുണ്ട് ഈ മെഷീൻ എനിക്ക് ഉണ്ടാക്കുന്ന കോഫിയാണ്. എന്തൊക്കെ പരിപാടിയാ. നമ്മുടെ പേജും ഫോളോവേഴ്സിനൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരി നല്ല രസം പറഞ്ഞു. അവിടെ ആ ഒരു മകുടത്തിന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ടവനെ കണ്ടോ? ഇവൻ ചൈനക്കാരനാണ്. ഫുൾ ടൈം ചൈനയിൽ ജീവിക്കുന്നിടത്തിന് ഇവിടുത്തെ കാണാണ് ഞാൻ. അതെന്താ സാധനം എന്നെ ഇത്രയും കാലം ചൈനയിലേക്ക് പോവാന്ന് പറഞ്ഞോണ്ടിരുന്നവനവൻ ഇവൻ ചൈനയിൽ നിനക്ക് എന്തൊക്കെയാ കൊണ്ടുത്തരുന്ന പറഞ്ഞാണ്. ഇവൻ ചൈനയിൽ തന്നെ പെറ്റിട്ട പോലെയാണ്. എന്റെ കൂടെ 25 പേരുണ്ട്. ആ 25 പേരെ കാണാനില്ല. ഞാനാ മിസ്സിങ് ഇപ്പൊ. ആ സ്ഥലത്തെ ഭയങ്കര തിരക്ക് കാണുമ്പോൾ നീ വിചാരിക്കും അവിടെ ഭയങ്കരമായ എന്തോ ഒരു മെഷീനാണ് അല്ലെങ്കിൽ എന്തോ ഒരു അത്ഭുതമാണെന്ന്. ഒന്നുമില്ല, അവിടെ ഫ്രീ ആയിട്ട് കോഫി കിട്ടും. ഞാൻ അവിടുന്ന് ഓൾറെഡി 3 കോഫി കുടിച്ചു. അല്ലാതെ കംപ്ലൈന്റ് ആയിട്ട് തൂക്കിക്കൊണ്ടു പോണതാണോ? വയ്യേ റോബോട്ട് നോക്ക്. ഇവൻ കുറെ നേരം ആ റോബോട്ടോട് ഇവനെ നോക്കൂ. എടാ അത് പട്ടിയല്ല, കോഴിയാണ്. ആ പെണ്ണിനെ മാത്രമേ നോക്കുന്നുള്ളൂ. അത് നടന്നു പോണ ഡയറക്ടർ ശങ്കർ പണ്ട് എന്തിനും കാണിച്ചത് ഇവിടെ ഒറിജിനലി സംഭവിക്കുന്ന നോക്ക്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പേ മൂപ്പരുടെ വിഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഗ്രേറ്റ് അല്ലേ? വരുന്ന വർഷങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടെക്നോളജീസ് ആണ് ഈ ഒരു എക്സ്പോയിൽ ഏറ്റവും കൂടുതൽ റോബോട്ടിക്സിന്റെ ഏരിയയിൽ കാണാനുള്ളത്. ഇത് കണ്ടോ, ഒരു സ്പെറിക്കൽ റോബോ AI ഡിവൈസ് ആണിത്. അതായത് ഇതിനൊരു വീലുണ്ട്, 200 കിലോയ്ക്ക് മേലെ വെയിറ്റ് ഉണ്ട്. ഇതൊരു സെക്യൂരിറ്റി പർപ്പസിന് പോലീസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഇത്ര. അതായത് വീട്ടിലൊക്കെ കള്ളം കയറി കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി ഒന്നും ഇല്ലെങ്കിൽ ഈ സാധനം ഉരുണ്ട് ചെന്നിട്ട് അതിനെ അറ്റാക്ക് ചെയ്യത്ര നല്ല പിന്നെ പവർഫുൾ ആയിട്ട് ഇഞ്ചേർഡ് ആക്കുന്നുള്ളതാണ് പോലും പറയുന്നത്. അത് നല്ല വെയിറ്റ് ഉണ്ടല്ലോ അതിന്. അതൊന്ന് ഇടിച്ചിട്ട് പപ്പടാക്കിയിട്ട് ഇട്ട് കളയുന്നു. നീ ഒരു കള്ളനായിട്ട് ആക്ട് ചെയ്യുക. അതെന്താ ചെയ്യാൻ നോക്കാലോ നമുക്ക്. ഇപ്പൊ എവിടെയെങ്കിലും ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടക്കുന്ന വിചാരിക്കുക. അപ്പോൾ ഒരാൾക്ക് വെടിയുതിർത്തോണ്ടിരിക്കുന്ന ഒരാൾക്ക് നേരെ അറ്റാക്ക് ചെയ്യാൻ പോകാൻ പറ്റില്ല. ഈ സാധനം പോയിട്ട് അയാളെ അറ്റാക്ക് ചെയ്യും. ഒരു മനുഷ്യൻ തോക്കും കൊണ്ട് പോകുമ്പോൾ തിരിച്ചു പിടി വെച്ച ആള് ചാത്തില്ലേ, അതിന് പകരം ഈ ഒരു ഡിവൈസ് പോയിട്ട് അറ്റാക്ക് ചെയ്യും. അങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ടുള്ള സാധനം. ഇത് അധ്വാനിയായ റോബോട്ട്. ഇത് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കടത്തുകയൊക്കെ ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ കുറേ സാധനങ്ങൾ എല്ലാ പർപ്പസിനും റോബോ ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയെ കാണണേ. മൊത്തം തുർക്കി എന്ന് എഴുതിയിട്ട് കാണുന്നതിനെ കൊണ്ട് ഇതെല്ലാം തുർക്കി പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കരുത്. അതൊരു ഫാക്ടറിയുടെ പേരാ പോലും. ചൈന വിദഗ്ധം പറഞ്ഞതാണ്. ഇവനൊരു മെഗാ മണ്ടൻ തന്നെ. തുർക്കിഷ് ഹോം അപ്ലയൻസ് എന്ന് എഴുതി വെച്ചിട്ട് എന്നിട്ട് അവൻ പറയാ തുർക്കി എന്ന് പറയുന്ന ഫാക്ടറിയാണ്. ഇവനെ വിശ്വസിച്ചിട്ടാണോടാ ഞാൻ ചൈന എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കണേ. Bro, these are Turkish products? Yes. Turkish? Idiot. Good. It's making from Turkey or China? തുർക്കി ഫ്രം തുർക്കിഷ് പ്രോഡക്റ്റ് തുർക്കിയിൽ നിന്ന് ഉണ്ടാക്കുന്ന. അവൻ പറഞ്ഞു തുർക്കി എന്ന് പറയുന്ന ഫാക്ടറിന്റെ പേരാണെന്ന്. നീ മിണ്ടിപ്പോരുത്. നീ ഇത്ര നേരം പറഞ്ഞതൊക്കെ ഉള്ളത് തന്നെയാണോ? ദൈവമേ, ഞാൻ ഈ മണ്ണനെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു പോയി. ഇവനോട് ഞാൻ ഇവൻ ചൈന വിദഗ്ധനാണല്ലോ, ചൈനയെ പറ്റിയിട്ട് ഇവൻ എല്ലാം അറിയാലോ എന്നുള്ള രീതിയിൽ ഇവനോട് ഞാൻ എല്ലാം ചോദിച്ചു. ഇവൻ പറഞ്ഞതിൽ ഈ ഒറ്റ സംഭവത്തിൽ തന്നെ മൊത്തത്തിൽ എനിക്ക് പിടിയിട്ട് ഇല്ല. അത് അടിച്ചു വെക്കുന്നേ ഉള്ളോ? അല്ലല്ല, ഗ്ലാസ് വെച്ച് എന്തായാലും ശരിയായിരിക്കും. അപ്പോ തുർക്കി എനിക്ക് തെറ്റിപ്പോയി. പക്ഷെ കൊറിയ എന്ന് എഴുതിയേക്കുന്നത് കൊറിയയിലെ പ്രൊഡക്റ്റ് തന്നെയാണ്. ഓ ആണല്ലേ? അത് ചിലപ്പോ അങ്ങനെ ആയിരിക്കരുതായിരുന്നു.
അത് ചോദിച്ചു നോക്കാം. അവനൊക്കെ കാണുമ്പോൾ കൊറിയക്കാരനെ പോലെ ഉണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ശരിയായിരിക്കും. ഇവർ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫുൾ ഹോം അപ്ലയൻസസിന്റെ ഒരു ഏരിയ ആണ്. പലതരത്തിലുള്ള സാധനങ്ങൾ. എടാ അപ്പുറത്ത് വേറെ ജ്യൂസ് ഉണ്ട്. എടാ ലഞ്ച് കിട്ടുന്ന സ്ഥലം എവിടെയെങ്കിലും ഉണ്ടോ നോക്ക്. വേറെ ഏതൊക്കെ മെഷീൻ ഉണ്ടോ? കൊള്ളാം, ഈ മെഷീനിലെ ജ്യൂസ് എന്തായാലും കൊള്ളാം. ഒരുപാട് പേര് അവരുടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനും വരുന്ന സ്ഥലത്താണ് ഞങ്ങൾ രണ്ടുപേരും ജ്യൂസൊക്കെ കുടിച്ച് കോഫിയൊക്കെ കുടിച്ച് ഇവിടെ ഇവിടെ അങ്ങനെ നോക്കി പൊക്കോണ്ടിരിക്കുന്നത്. ഇത് തീ പിടിച്ച ഫാനല്ല, നല്ല കൂളിംഗ് എഫക്ട് വാട്ടർ വേപ്പറായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാനാണ്. ചൂടൊന്നും ഇല്ലാണ്ട് തീയും പുകയും കിട്ടുന്ന ഒരു സെറ്റപ്പ്. ചൈനയിൽ ഈ കാൻഡോൺ ഫെയർ വർഷത്തിൽ 3 തവണയാണ് നടക്കുന്നത്. ആയിരക്കണക്കിന് ബ്രാൻഡുകൾ, ആയിരക്കണക്കിന് പ്രൊഡക്റ്റുകൾ, മാർക്കറ്റുകളൊക്കെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഞങ്ങള് നടന്ന് ഇപ്പോൾ ഓട്ടോമോട്ടീവ് ഏരിയയിലെത്തി. ഇവിടെ ലോറികൾ, കാറുകൾ, ഓട്ടോകൾ ഒക്കെ ഉണ്ട്. ഓട്ടോ എന്തിനാ ഇവിടെ? പച്ചക്കാറ്. ജിൻപെങ് എന്ന് പറയുന്ന ചൈനീസ് ഓട്ടോ. ഒറ്റ തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 120 കിലോമീറ്റർ ഓടാട്ടോ. ഇതുണ്ട് റിയർ വ്യൂ ക്യാമറ അടക്കമുള്ള ഓട്ടോ. ഒറ്റ ചാർജിൽ 120 കിലോമീറ്റർ വരെ ഓടും കേട്ടോ. നാട്ടിലുള്ള ഓട്ടോക്കാരൻ ചേട്ടന്മാരെ ഈ ഒരു വണ്ടി നോട്ട് ചെയ്ത് വെച്ചോ. എല്ലാം ചൈന മോഡലുകളാ. ഈ നിൽക്കുന്ന പെൺകുട്ടിയല്ല, വണ്ടീനെ പറ്റിയിട്ടാ പറഞ്ഞത്. ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുമ്പോ ഇതുപോലൊരു സാധനം ഉണ്ടെങ്കിൽ അടിപൊളി കേട്ടോ. ഈസി ആയിട്ട് പോവാ. ഇത്രയും ദൂരം നടക്കുന്നത് മെനക്കെടണ്ട. നമ്മൾ കണ്ടിട്ടുള്ള ചൈന വണ്ടികളൊക്കെ ജസ്റ്റ് 10%. അതിന് മേലെ എത്ര ബ്രാൻഡ് ഉണ്ടെന്ന് ഇവിടെ. ഡ്രൈവർ ഇല്ലാത്ത ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ബസ്. ഗെയിമിംഗ് ഏരിയ. ഇതൊക്കെ ഞങ്ങളുടെ പണിയായുധങ്ങളാ രാജാവേ. ഒരുപാട് പ്രത്യേകതകളുള്ള ഫോണാ പോലും അതിന്റെ ഒരു പ്രത്യേകത അവനിപ്പോ കാണിച്ചു തരും. അവിടെ അത് പൊട്ടിയിട്ടുണ്ട നിന്നെ അവിടെ ഇരുത്തോള്. എന്നിട്ട് നീ ഇവിടുന്ന് കഴിഞ്ഞിട്ട് പോയാൽ മതി പറയും. അതിന്റെ ബാക്കിലൊക്കെ ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഒരു ആഫ്രിക്കൻ ഇൻഫ്ലുവൻസർ കിട്ടി. ഒരു ഫ്രം കോങ്കോ, റൈറ്റ്? From Congo. Mukongo, Muluba. Mukongo, Muluba. Muswahili. നൈസ് മീറ്റിംഗ് യു ബ്രദർ. പുള്ളി ഞങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് വീഡിയോ എടുക്കുന്നു. ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. Unakatala unaenda. Unakatala unaenda. അതെന്താ താങ്ക് യു. ഇങ്ങനെ വിവിധ ഹാളുകളിലായിട്ട് അടുത്തടുത്തായിട്ട് ഇഷ്ടം പോലെ ബ്രാൻഡുകൾ കാണാം. ഈ കാണുന്നതൊക്കെ ഇലക്ട്രിക് ബൈക്കുകളാണ്. നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടോ ഈ ബൈക്കൊക്കെ ഇലക്ട്രിക് ആണ്. ചൈനയിൽ പൊതുവെ ഇലക്ട്രിക് വാഹനങ്ങളാണ് കൂടുതൽ. പെട്രോൾ വളരെ കുറവ് വാഹനങ്ങൾ മാത്രമേ റോഡിൽ കാണാൻ സാധിക്കുള്ളൂ കേട്ടോ. ഇങ്ങനെയുള്ള മോഡൽസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതമായി പോകും. നമ്മൾ കണ്ടിട്ടുള്ള ചൈനീസ് വാഹനങ്ങൾ അല്ലെങ്കിൽ ചൈനീസ് പ്രൊഡക്റ്റുകൾ ജസ്റ്റ് ഒരു 10% താഴെയുള്ളൂ തോന്നും. അത്രയധികം സാധനങ്ങൾ ഇൻഹൗസ് ചൈനയിൽ അവൈലബിൾ ആണ്. ഇവിടെയുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളൊക്കെ ഇത് വരും വർഷങ്ങളിൽ നമ്മുടെയൊക്കെ നാട്ടിലേക്ക് പേറ്റന്റ് കിട്ടുന്നതിന് കണക്കായിട്ട് വരുമായിരിക്കും പ്രതീക്ഷിക്കാം. നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള പല ബ്രാൻഡുകളുടെയും മോഡലുള്ള ബൈക്കുകൾ, അടിപൊളി ബൈക്കുകൾ ഇവരുടെ ബ്രാൻഡ് നെയിമിൽ ഇവിടെ കാണാം കേട്ടോ. ഈ ഒരു ഡിവൈസ് കണ്ടോ, ഇത് നല്ല രസമുള്ളൊരു സ്കൂട്ടർ അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കാൻഡോൺ ഫെയറിൽ നടക്കാൻ മടിയുള്ള ആൾക്കാരൊക്കെ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നുണ്ട്. ഒരു സ്യൂട്ട് കേസ് ആണ്. ആ സ്യൂട്ട് കേസിന് ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതൊരു സ്കൂട്ടറായിട്ട് മാറും. മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിലേക്ക് ഇത് ഓടും. $300 വില. നമ്മുടെ ടീമിൽ തന്നെ 2-3 പേര് കൗതുകം കൊണ്ട് ഈ ഒരു സംഗതി വാങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 8 കിലോളം വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. ഈ പെൺകുട്ടി ഓടിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തതാ. അവൻ ജസ്റ്റ് ഹാൻഡ് കൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അതിന് കണക്കായിട്ട് വർക്കാവണം. ഈ സാധനമൊക്കെയാണ് എന്തിനൻ സിനിമയില് ശങ്കർ 10-15 കൊല്ലം മുമ്പേ ആലോചിച്ചിട്ട് ചെയ്തത്. ആലോചിച്ച് നോക്കി. അതിൽ ഇതുപോലെ ഒരു റോബോയിന്റെ ഉള്ളിൽ കയറിയിട്ട് ഒരാള് ആക്ട് ചെയ്യുന്ന പോലെയല്ലേ ചെയ്യുന്നത്. എന്താ ഇതുണ്ട് അപകടത്തിൽ കൈപ്പത്തിയൊക്കെ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന റോബോട്ടിക് കൈപ്പത്തി. നമ്മൾ കൊടുക്കുന്ന ആക്ഷന് കണക്കായിട്ട് ഇത് റിയാക്ഷൻ തരുന്നുള്ളതാണ് പറഞ്ഞു കേട്ടത്. അത് ഞാൻ അങ്ങനെ കാണിച്ചില്ലല്ലോ. അതിന് ഹാൻഡ്സ് അപ്പ് പറയുന്നു. നല്ല കേൾക്കുന്ന നീ ഒന്നും കൂടി നന്നാവാനിരിക്കുന്നു. അടുത്ത തവണ വരുമ്പോഴേക്ക് മെച്ചപ്പെട്ടിട്ട് വാ. ശരിന്ന്. ഓക്കെ, അങ്ങനെ ആവട്ടെ. പൊക്കോ. ഈ വലിയ ബിൽഡിങ്ങിന്റെ ഒക്കെ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ആളുകൾ തൂങ്ങിക്കിടന്ന് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അത് സോൾവ് ചെയ്യുന്ന ഒരു ഇന്നോവേഷൻ ഇതാ. അതായത് ഈ ബുർജ് ഖലീഫയുടെ ഒക്കെ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ആളുകൾ കയറേണ്ട കാര്യമില്ല. അതായത് ഇങ്ങനെ ഒരു മെഷീൻ ഇങ്ങനെ വിട്ടാൽ മതി. അത് ക്ലീൻ ചെയ്യുന്ന സാധനമാണ് കാണുന്നത്. മുട്ടുവേദന, കാലുവേദന, സന്ധിവേദന തുടങ്ങിയ പ്രശ്നങ്ങളിൽ വീർപ്പുമുട്ടുന്ന ആൾക്കാർ ഒരു കൊല്ലം വെയിറ്റ് ചെയ്തോ ഈ സാധനങ്ങളൊക്കെ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. അതായത് നടക്കാനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. ഒരു ബലക്കുറവൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാല് കാലൊക്കെ അത് പൊക്കിത്തരും. നമുക്ക് വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ ആയാസരഹിതമായിട്ട് ഇരിക്കാനും നിൽക്കാനും നടക്കാനും ഒക്കെയുള്ള സപ്പോർട്ടാണ് ഈ ഒരു സാധനം നൽകുന്നത്. ഇതുണ്ട് 7 സപ്പോർട്ടോട് കൂടി റോബോട്ടിക് സർജറി.
അത് ചെയ്യുന്ന ഒരു റോബോട്ടാണ്. ഈ താമര ഇതള് പോലെയുള്ള സാധനം എന്താണെന്നറിയോ? ഇതൊരു ഡ്രോൺ ആണ്. ഒരു ഡ്രോൺ ക്യാമറ പ്ലസ് ഒരു AI ടെക്നോളജി ഉള്ള റോബോ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് നമ്മുടെ പവർ ലൈനുകളിലുള്ള പ്രശ്നങ്ങൾ, റോഡിലെ ട്രാഫിക്കുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സംഭവം കേട്ടോ. ഈ ചൈനയിൽ വന്നിട്ട് മലയാളികളെ കണ്ട് തോറ്റു ഞാൻ. വീണ്ടും 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 മലയാളികൾ. ഇത് ഖത്തർ മലയാളികൾ, നമ്മുടെ അല്ലനീസ് ടീം. അവരിത് ഇവിടെ നിങ്ങൾ കുറെ പ്രൊഡക്റ്റ് ഇവിടുന്ന് കൊണ്ടുപോകാൻ വന്നാലേ അടിപൊളി. അപ്പൊ ഇവിടെയുള്ള ഈ കണ്ടേക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ എത്തിപ്പോ വീണ്ടും 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 മലയാളീസ്. ഇവരെല്ലാം മലപ്പുറക്കാരാവുമല്ലോ, മലപ്പുറത്ത് നിന്ന് വന്ന ആൾക്കാരാണ്. ഇതൊരു വർത്താനം പറയുന്നത് നിങ്ങളും മലയാളിയാ, നിങ്ങളും മലയാളിയാ. അങ്ങനെ ലോകം മുഴുവൻ കാണാനും പർച്ചേസ് ചെയ്യാനും ബിസിനസ് ചെയ്യാനൊക്കെ വരുന്ന കാൻഡൻ ഫെയർ 138ാമത്തെ തവണയാണ് ഇപ്പോൾ ചൈനയിൽ നടക്കുന്നത്. 1957 മുതൽ തുടങ്ങിയതാണ്. ഇത്തവണത്തെ ഇതിൽ എനിക്കും വരാനുള്ള യോഗം ഉണ്ടായി. ചൈനയിൽ മലയാളികളുടെ ചാകര. അടിപൊളി. ഇത് ആർഗസ് ഷിപ്പിംഗ് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്ത ടീമിന്റെ ചൈനയിലെ ടീമാണ്. ഖത്തറിൽ നമ്മൾ വീഡിയോ ചെയ്തു. ഇവരുടെ ചൈനയിൽ ഓഫീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എല്ലാം കാര്യങ്ങൾ നോക്കുന്ന ടീമാണ്. അടിപൊളി, സന്തോഷം. ഇവൻ അവിടുത്തെ മെയിൻ വ്ളോഗറാ. ഇവൻ ചൈനയിലെ മെയിൻ വ്ളോഗറാ. ആ ഇതൊക്കെയാ അടിപൊളി. ചെറുക്ക, ചൈനയിൽ നീ ചൈനക്കാരെ കാണിച്ചു തരാം. ഫുള്ള് മലയാളീസ്, വീണ്ടും വീണ്ടും മലയാളീസ്. മൂപ്പര് ബഹറിൽ നിന്ന് വന്ന മലയാളി. അടിപൊളി. ഇവിടെ ഫുൾ എല്ലാരും കച്ചവടം ചെയ്യാൻ വന്നത് എല്ലാരും ചെയ്യുന്നുണ്ടാവും അല്ലേ? നമ്മൾ മാത്രമേ കാഴ്ച കാണാൻ വന്നിട്ടുള്ളൂ. ഹായ് എണീക്കുന്നത് വേണ്ട, എല്ലാവരും കച്ചവടമൊക്കെ കഴിച്ചിട്ട് ലാസ്റ്റ് ഇങ്ങനെ ആയി. എല്ലാം നടന്നോ? ഈ കാണുന്ന വലിയ ഹാളുകളിലാണ് വർഷാവർഷം ചൈനയിലെ കാൻഡോൺ ഫെയർ നടക്കുന്നത്. ഈ കാണുന്ന പോലെ ഒരുപാട് ഹാളുകളുണ്ട് ഈ ചുറ്റുവട്ടത്തൊക്കെ. ഇതിൽ മൊത്തം നടന്ന് കാല് കടയും. അത്രയധികം എക്സിബിറ്റേഴ്സ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അത്രയധികം ബ്രാൻഡുകൾ, അത്രയധികം പ്രൊഡക്റ്റുകളൊക്കെ ഒരുമിച്ച് കിട്ടുന്ന ഒരു സ്പോട്ടാണ്. എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ ഉള്ള ആൾക്ക് അതിനെ കൂടുതൽ മോഡിഫൈ ചെയ്യാൻ പറ്റിയ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഇവിടുന്ന് കിട്ടും. രണ്ടുപേരും ചൈന പഠിച്ചോണ്ടിരിക്കല്ലേ? അടിപൊളി. ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് കൂടിയാണ് ഇവൻ. ഞാൻ വായിക്കാൻ ബുദ്ധിമുട്ടിയ സാധനങ്ങളൊക്കെ അവൻ വളരെ സിമ്പിൾ ആയിട്ട് വായിക്കുന്നുണ്ട്. നീ ചൈന സംസാരിക്കൂലേ? ചൈനയിൽ ടാറ്റ ബൈ ബൈ പറഞ്ഞോട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്താമോ പറഞ്ഞത് ദൈവത്തിനറിയാം. ഞങ്ങൾ ചൈന മെട്രോ എക്സ്പ്ലോർ ചെയ്യാൻ പോയപ്പോ മിസ്റ്റർ ചൈന വല്ലു, ഈ മെട്രോയിൽ നിൽക്കാനും ഇരിക്കാനും സ്ഥലമില്ല. ഇങ്ങോട്ട് ഇവിടെ വന്നിട്ട് കാണുന്ന മൊത്തം മലയാളികളെ മാത്രമാണ്. ഇതിപ്പോ നമ്മൾ ഗൾഫിലോ ദുബായിലോ ഖത്തറിലൊക്കെ പോയ പോലെ തന്നെ ഇവിടെ ഉള്ളത്. ഞാനും ചേച്ചിയും കൂടിയിട്ട് ഞങ്ങളുടെ പ്ലാനൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവരുടെ കൂടെ പോവാ. ഇതിപ്പോ ഞങ്ങൾ ഇവിടുത്തെ സ്ട്രീറ്റ് വൈബൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ മെട്രോ മെട്രോയിൽ ഇവരെങ്ങനെയോ ഇവരുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഇവർ MLA ഒക്കെ വിളിച്ചു പുറത്തെങ്ങനെ കയറ്റിയത് ഞങ്ങളെ അറിയാൻ പാടില്ല എങ്ങനെ കയറിയത്. ഇവരെ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ ഈ മെട്രോയിലൊക്കെ കയറി പുറപ്പെട്ടിട്ടുള്ളത്. നീ ഫോൺ നോക്കി ഇരുന്നിട്ട് മറന്നുകൊണ്ടാട്ടാ. ലാസ്റ്റ് മറ്റേ വേറെ ഏതെങ്കിലും ജില്ലയിലെത്തിപ്പോട്ടാ അല്ലേ? വൈകുന്നേരത്തെ ഇളം വെയിലൊക്കെ കൊണ്ട് ചൈന മാർക്കറ്റിലൂടെ കറങ്ങാണ്. ചൈന സ്ട്രീറ്റ്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്ട്രീറ്റിൽ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുവഴി ഇങ്ങനെ പോവാണ്. ഇത് ഇവിടുത്തെ ഒരു വാച്ച് മാർക്കറ്റ് ആട്ടോ. ഈ കിടക്കുന്ന വാച്ചുകൾ കണ്ട റോളക്സിന്റെ മോഡലുകൾ, അതായത് 11 ലക്ഷം രൂപയൊക്കെ വിലയുള്ള സാധനങ്ങളാണ് ഇവിടെ ചെറിയ പൈസക്ക്. ഇത് ഇന്ത്യൻ രൂപ ഇക്വലന്റ് ആയിട്ട് ഒരു 3000 രൂപ മുതൽ കിടക്കുകയാണ്. ആൻഡ് ഇതിൽ തന്നെ ഡിഫറെന്റ് കോപ്പി ഉണ്ട്. ഇതൊറ്റ ലോക്കൽ കോപ്പി. ഇതിനൊരു 3000 രൂപ വരുള്ളൂ. ഇതിന് 23,000 രൂപ വരും. അത് തന്നെ ഇങ്ങനെ ഇവര് ക്വാളിറ്റി ഒക്കെ കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇത് ഇത്രയും ക്വാളിറ്റിയുള്ള സാധനം. ഈ ലൈറ്റ് അടിക്കുമ്പോൾ കാണാം. ഇത് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞത് സാധനം. അങ്ങനെ കിടക്കുകയാണ്. ഇത് ലോക്കൽ വാച്ച് മാർക്കറ്റിൽ എല്ലാ ടൈപ്പ് ബ്രാൻഡുകളുടെയും കോപ്പി സാധനങ്ങൾ പബ്ലിക്കായിട്ട് കൊടുക്കുകയാണ്. കണ്ണൂരിൽ നമ്മുടെ മുനീശ്വരൻ കോവിൽ ജംഗ്ഷനൊക്കെ പോലെ ഉണ്ട്, അതുപോലത്തെ തിരക്കും. ഓക്കെ, ലോക്കൽ സ്ട്രീറ്റ്. കണ്ണൂരില് ഞങ്ങൾക്ക് മുനീശ്വരൻ കോവിൽ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്, അതുപോലെ ഉണ്ട്. ചൈന മാർക്കറ്റിലെ ഓരോരോ പ്രൊഡക്റ്റുകൾ കണ്ടോ, അതായത് ഇലക്ട്രിസിറ്റി ബില്ല് കുറക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം. ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ ഇത് മീറ്റർ കറങ്ങുന്നതിന്റെ സ്പീഡ് കുറയും പോലും. അതിങ്ങനെ പബ്ലിക്കായിട്ട് കച്ചവടം ചെയ്യുന്നു. അതൊക്കെ ഒരു വൈബാ. ഇതെല്ലാം ഒരു വൈബ്. ഇതൊരു സ്ട്രീറ്റാ, ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ്.
നിങ്ങളുടെ രണ്ടാമത്തെ ദിവസം സൂപ്പർ ആക്കിയതിൽ ഇവന് ഭയങ്കര പങ്കുണ്ട്. ചൈന മല്ലു ഇവൻ വന്നിട്ട് എല്ലാ സ്ഥലത്തും ചാങ് ചിങ് 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 ചാന്ന് പറഞ്ഞിട്ട് സംസാരിച്ചതിനെ കൊണ്ട് കുറെ കാര്യങ്ങളുണ്ടായി. അപ്പൊ അടുത്ത ദിവസം നീ വീണ്ടും പറയാം. ഞങ്ങൾ ഇനി കുറെ ദിവസം ഉണ്ട്. താങ്ക് യു കേട്ടോ. ഈ സ്ട്രീറ്റ് എന്ത് ഭംഗിയാ നോക്കിയേ. ഞങ്ങൾ ബെയ്ജിങ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഗോങ്ഷോയിലുള്ളൊരു സ്ട്രീറ്റിലാണ് ഉള്ളത്. നല്ല ഹാപ്പനിങ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റ്. മരങ്ങളുടെ മുകളിലൊക്കെ ലൈറ്റുകളൊക്കെ തൂക്കിയിട്ട് നല്ല സ്റ്റൈലിഷ് ആക്കിയിട്ടുള്ള സ്ട്രീറ്റ്. സ്ട്രീറ്റ് എന്തൊരു രസമാണ് നോക്കി. ഓ ഭയങ്കര തിരക്കുള്ളൊരു സ്ട്രീറ്റ് നോക്കി. ഞങ്ങൾ വഴിതെറ്റിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് വഴിതെറ്റിയപ്പോൾ ഒരു ചൈനക്കാരനോട് വഴി ചോദിച്ചപ്പോൾ അയാൾക്ക് ഞങ്ങളുടെ ഭാഷ അറിയില്ല, ഞങ്ങൾക്ക് അയാളുടെ ഭാഷ അറിയില്ല. അയാളാണെങ്കിൽ അഭിനയിച്ച് കാണിക്കുന്നു, പല ട്രാക്ക് സഹായിച്ചേ പറ്റുള്ളൂ. അയാളോട് നിങ്ങൾ സഹായിക്കേണ്ടെന്ന് പറഞ്ഞാൽ അയാൾ പോണമില്ല. പിന്നെ അയാൾ കുറേ നേരം മുന്നിൽ നടന്ന് ഞങ്ങൾ അയാളുടെ പിന്നാലെ നടന്ന് അയാൾ ഈ ഒരു ജംഗ്ഷനിലേക്ക് പറഞ്ഞിട്ട് ഇതിങ്ങനെ കാണിച്ചിട്ട് വിട്ടു. ഇനിയിപ്പോൾ എങ്ങോട്ടാണെന്നുള്ള അറിയില്ല. എന്ത് രസമാണ് നോക്കിയേ. ബൂമറാങ്ങാ നോക്കിയേ, ബൂമറാങ്ങ്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണിച്ചു തന്നാൽ പോരെ. കുറച്ച് ലെങ്തി ആയി പോയില്ലേ. അപ്പൊ ഇത്രയും കണ്ട ആൾക്കാർ കമന്റ് ചെയ്യണേ. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.